എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ചധികം ദിവസമായിട്ടുണ്ട് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ചാനൽ ഭയങ്കര ഡൗൺ ആണ്. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മുതൽ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് 2 അടിപൊളി അപ്ലിക്കേഷൻസ് ആണ്. നിങ്ങൾക്ക് ഡെയിലി കുറച്ച് ടൈം വർക്ക് ചെയ്താൽ തന്നെ UPIയിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ പേയ്മെൻ്റ് എല്ലാം പക്കയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ അപ്ലിക്കേഷൻസ് ആണ്. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള മണി മേക്കിംഗ് അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഓൺലൈൻ ജോബ്സ് ഒക്കെ ആദ്യം തന്നെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ എല്ലാവരും മറക്കാതെ തന്നെ ഓൺ ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ അപ്ലിക്കേഷൻ വരുന്നത്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഒരു അപ്ലിക്കേഷൻ കൂടിയാണ്. ഏകദേശം എൻ്റെ വാലറ്റിൽ ഇപ്പോൾ 3000 സംതിങ് കോയിൻസ് ഉണ്ട്. ലൈവായിട്ടാണ് ഞാൻ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. UPIയിലോട്ടാണ് നമുക്ക് വിഡ്രോയിലും കാര്യമൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക, നിങ്ങൾ UPI കാര്യമൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഗൂഗിൾ പേൻ്റെ UPI എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷനിൽ ഫസ്റ്റ് ടൈം നമുക്ക് വിഡ്രോയിൽ വരുന്നത് 3 രൂപയാണ്. പിന്നെ നമുക്ക് 10 രൂപ വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ 25 രൂപ, അങ്ങനെ നമുക്ക് 250 രൂപ വരെ ഈ ഒരു അപ്ലിക്കേഷനിൽ നിന്ന് ഒരു ദിവസം വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ 2000 കോയിൻസ് ഉണ്ടെങ്കിൽ 25 രൂപ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഞാനിവിടെ 25 രൂപ ആദ്യം തന്നെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രോസസ്സിങ്ങിലാണ്. എന്താ പറയുക, നമുക്ക് 24 ഹവേഴ്സിലായിരിക്കും ഒരു പേയ്മെൻറ്റും കാര്യമൊക്കെ സെൻഡ് ചെയ്ത് തരുന്നുണ്ടാവുക. അതിൻ്റെ പ്രൂഫ് അടക്കം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ഒരു ദിവസം വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഏകദേശം 20 രൂപയാണ് ഇനി എൻ്റെ വാലറ്റിലുള്ളത്. അപ്പോൾ ഞാൻ 10 രൂപ വെച്ച് വിഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ ഈ ഒരു അപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 700 സംതിങ് കോയിൻസ് മാത്രം മതി നമുക്ക് 10 രൂപ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റ് അപ്ലിക്കേഷൻ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷനിൽ ചെറിയ കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ എമൗണ്ടും കാര്യമൊക്കെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും 10 രൂപ വിഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആ ഒരു എമൗണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെയായിട്ട് റെഡീം നൗ എന്നിട്ട് കാണാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്ത ഒരു എന്താ പറയുക എമൗണ്ടും കാര്യമൊക്കെ ഇപ്പോൾ പെൻഡിങ്ങിലാണ്. 24 ഹവേഴ്സിനുള്ളിൽ ഒരു പേയ്മെൻറ്റും കാര്യമൊക്കെ കറക്റ്റായിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പെൻഡിങ്ങിലാണ്. ഇന്നലെ നൈറ്റാണ് ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇന്ന് രാവിലെ 7:30 മുമ്പായിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അപ്ലിക്കേഷനാണ്, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി എനിക്ക് റിസീവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഏകദേശം 45 രൂപയാണ് ഞാൻ ടോട്ടൽ വിഡ്രോ ചെയ്തത്. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് റിസീവ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും അപ്ലിക്കേഷൻ്റെ പേരും കാര്യമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്യാഷ് മങ്കി എന്നാണ് അപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ അപ്ലിക്കേഷനാണ്. മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഇതിൻ്റെ അത് നമുക്ക് എയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടധികം സെക്ഷൻസ് വരുന്നുണ്ട്. പ്ലേ ടൈം ഉണ്ട്, അതുപോലെ തന്നെ ഓഫർ വാൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് അപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ അപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ഏൺപേ എന്നാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു ബോക്സ് കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ മെയിൽ ID ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അപ്ലിക്കേഷനും കാര്യമൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 150 കോയിൻസ് ഫ്രീ ആയി തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഇൻ്റർഫേസ് കണ്ടപ്പോൾ തന്നെ. ഇതുപോലത്തെ ഒരുപാട് അപ്ലിക്കേഷൻസ് നമ്മുടെ ചാനൽ മുമ്പ് റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു അപ്ലിക്കേഷനാണ്. മിനിമം റെഡിയും വരുന്നത് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഈ ഒരു അപ്ലിക്കേഷനിൽ ആദ്യം തന്നെ വരുന്നത് പ്ലേ ആൻഡ് വിൻ എന്നിട്ട് ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലേ ടൈമിൻ്റെ സെക്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു ബാനറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ കാര്യമൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് കോയിൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ബാനറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരം ഇതുപോലെ വരുന്നതായിരിക്കും. ആദ്യം തന്നെ പെർമിഷനും കാര്യമൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടാസ്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇഷ്ടംപോലെ ടാസ്ക് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്കിൽ കൂടെ അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്താ പറയുക, രണ്ടാമത്തെ ടാസ്കിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 138 കോയിൻസ് ആണ്. 1 മിനിറ്റ് നേരം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 കോയിൻസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ടൈം ഓപ്പൺ ചെയ്ത് വെക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് കോയിൻസ് വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ടാസ്കിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 138 കോയിൻസ് ആണ്. അപ്പോൾ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കും തോറും നമുക്ക് ആ ഒരു കോയിൻസും കാര്യമൊക്കെ ഫുള്ളായി തന്നെ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരം പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ഈ ഒരു അപ്ലിക്കേഷൻ ഏകദേശം എംബിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ അപ്ലിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ, ട്രാക്കിംഗ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ച് ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വരാം. ഇനി മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ മൈ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് അപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തത് അത് ഇവിടെ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് വേണം അപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത അപ്ലിക്കേഷൻ്റെ തൊട്ട് താഴെയായിട്ട് പ്ലേ നൗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അവിടെ നിങ്ങൾ മാക്സിമം എന്താ പറയുക ആ ഒരു അപ്ലിക്കേഷൻ കാര്യമൊക്കെ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അതിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങളെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും.
അപ്പോൾ ഇതുപോലെ ഒരുപാട് ടാസ്ക് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റിയ സെക്ഷനാണ്, നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ഹോമിൽ താഴെയായിട്ട് ഓഫർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട് മിഡിലായിട്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടാസ്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓരോ ടാസ്കിനും അത്യാവശ്യം കോയിൻസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നിങ്ങളുടെ ഫോണിൽ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്ലിക്കേഷൻ തന്നെ നോക്കി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇൻസ്റ്റാൾ ചെയ്യാത്ത ടാസ്ക് നോക്കി കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ടാസ്കിനും സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടാവും, അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് ചില ടാസ്ക് അഡ്വർടൈസിംഗ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടും വീണ്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാറ്റ് വിത്ത് എ എന്നൊരു ടാസ്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ്. 300 കോയിൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് നിങ്ങൾ മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെയായിട്ട് രജിസ്ട്രേഷൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു സൈറ്റിൽ ലോഗ് ഔട്ട് ചെയ്യുക. അതിനുശേഷം അഡ്വർടൈസിംഗ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് 2 പ്രാവശ്യമെങ്കിലും ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്താൽ മതി. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഈ ഒരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് ഷെയർ ചെയ്തുകൊണ്ടും കോയിൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. താഴെയായിട്ട് ഷെയർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ടാസ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അവർ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ 120 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങളെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ടാസ്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് കോയിൻസ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ഹോമിൽ പബ് സ്കെയിലിൻ്റെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിലും ഒരുപാടധികം ടാസ്ക് ഓഫറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാത്ത ടാസ്ക് നോക്കി തന്നെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് ടാസ്ക് ആയാലും നിങ്ങളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പ്രോസസ്സ് കഴിയും വരെ ബാക്ക് അടിക്കാനോ വേറെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനോ നിൽക്കരുത്. ട്രാക്കിംഗ് ആവില്ല. ആ ഒരു ടാസ്കിൻ്റെ ഫുൾ പ്രോസസ്സ് കഴിയും വരെ ആ ഒരു ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് നേരെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്ത് പറയാറുണ്ട്, എന്താ പറയുക, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നേരം കോയിൻസ് ആഡ് ആവുന്നില്ല എന്ന്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കോയിൻസ് നിങ്ങൾക്ക് ആഡ് ആവുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ഹോമിൽ ഒരുപാട് ഓഫർ വാൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം വരുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരാളെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 കോയിൻസ് ആണ്. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ ഹോമിൽ ഇൻവൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഡെയിലി കുറച്ച് ടൈം വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണ്. ചെറിയ എമൗണ്ട് ആയാലും നിങ്ങൾ കുറച്ച് ടൈം വർക്ക് ചെയ്താൽ മതി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്ത് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ UPI എൻ്റർ ചെയ്തുകൊണ്ടും വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും മുകളിലായിട്ട് സ്കാനറിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേൻ്റെയോ അല്ലെങ്കിൽ ഫോൺ പേൻ്റെയോ ഒക്കെ QR കോഡ് ഇവിടെ സ്കാൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നിങ്ങൾ വിഡ്രോ ചെയ്യണമെങ്കിൽ മിനിമം വിഡ്രോയിൽ വരുന്നത് 10 രൂപയാണ് കേട്ടോ. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് UPI എൻ്റർ ചെയ്തുകൊണ്ടും വിഡ്രോ ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ മിനിമം വിഡ്രോയിൽ വരുന്നത് 5 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് വാലറ്റിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം UPI എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 600 കോയിൻസ് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ 5 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ 10 രൂപ വിഡ്രോ ചെയ്യാനായിട്ട് വേണ്ടത് 1150 കോയിൻസ് ആണ്. പിന്നെ 2100 കോയിൻസ് ഉണ്ടെങ്കിൽ 20 രൂപ വിഡ്രോ ചെയ്യാം. 10,000 കോയിൻസ് ഉണ്ടെങ്കിൽ 100 രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്താലും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് നമ്മൾ UPI എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ടാസ്ക് ഓഫറെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ടാസ്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്ത് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ കൂടിപ്പോയി 1 മാസമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.